പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ആകപ്പാടെ ആലോചിക്കുമ്പോൾ സന്തോഷിക്കാനൊക്കെ വകയുണ്ട്, പ്രധാനമായും കലാകാരന്മാർക്ക്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും കലാകാരന്മാർ പ്രവാചകന്മാർ തന്നെയാണ് എന്ന് തെളിഞ്ഞു. ഇതാ ഈ പ്രവചനം ഓർമ്മയില്ലേ? നമ്മുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമായി ഈ പ്രതിയെ പിടിക്കും, ഈ പ്രതികളെ മുഴുവൻ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് കലാരംഗത്തുള്ള ഞങ്ങൾക്ക്, ചലച്ചിത്ര രംഗത്തുള്ള ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഏത് പ്രതിയെ എന്നല്ലേ? നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ. ആ പ്രവചനം ഫലിക്കുന്നത് ഇതാ കണ്ടോളൂ. ഇത് പൾസർ സുനിയുടെ കൂട്ടുപ്രതി. പൾസർ സുനിയെ അതാ കൊണ്ടുപോകുന്നു. വണ്ടി സി ഓടിക്കണം, സി ഓടിക്കണം. കൊണ്ടുപോ, അവനെ അങ്ങോട്ട് കയറാൻ സാറേ. അങ്ങനെ അല്പം ആശ്വാസമായി. സിനിമയിലെ കലാകാരന്മാർക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തിലെ കലാകാരന്മാർക്കും ആശ്വാസമായി. ഏതായാലും പ്രതി പൾസർ സുനിയെ പിടിക്കാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായി. 4-5 ദിവസമായി എറണാകുളം സിറ്റിയിൽ തന്നെ പ്രതി ഉണ്ടായിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയാതെ പോയത് കേരള പോലീസിന് ഒരു നാണക്കേട് തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ നോട്ട് ലൈക്ക് എ മാജിക് വാണ്ട്. അപ്പോൾ ഒരു മാജിക് ഒന്നുമല്ല. പിന്നെ എല്ലാ സമയത്തും ഒരു ക്രേസ് ആയ ശേഷം ക്രിമിനൽ ആൾക്കാരെ ഡെഫിനറ്റായിട്ട് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും, പല ഡിസെപ്ഷൻ ചെയ്യും. അതോ നമുക്ക് അതൊരു മൈൻഡ് ഗെയിമാണ്. ആ മൈൻഡ് ഗെയിം കളിക്കണം. അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് പെട്ടെന്ന് കിട്ടും, ചില സമയത്ത് ലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഇല്ലല്ലോ. ഞങ്ങൾ കുറച്ച് വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ശ്രമിച്ചു, കിട്ടി. നോക്കാം. കോടതിയിൽ കയറി പിടിക്കേണ്ടി വന്ന അവസ്ഥ ഏതായാലും കേരള പോലീസിന് ഒരിക്കലും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞാൻ അതിലെ നോ കമൻറ്റ്സ്. അതാണ് ഞാൻ പോയിട്ട് പറയാം. പ്രതിയെ കിട്ടി എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ആശ്വാസമുള്ളൊരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന് ഇത്രയും ആശ്വാസമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് എത്രമേൽ ആശ്വാസമുണ്ടാകുമെന്നാണ് പൊളിമിക്സ് ആലോചിച്ചു പോയത്. ഈ പറയുന്ന പൾസർ സുനിയെ അടക്കം പിടികൂടാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ആ ടീമിനെ നമുക്ക് അഭിനന്ദിക്കാം. പ്രതികളുടെ അഭിഭാഷകരായ ഞങ്ങളെല്ലാവരും കോടതിയിൽ ഉണ്ടായിരുന്നു. ആ സമയം കോടതിയുടെ പ്രതിക്കൂട്ടിലേക്ക് ഓടിക്കയറി നിൽക്കുകയായിരുന്ന പ്രതികൾ പോലീസ് ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് മറ്റു പോലീസുകാർ ആദ്യമെത്തി. തുടർന്ന് കോടതി പോലീസുകാർ അടയ്ക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അനന്തലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ കോടതിയിലേക്ക് ഓടിക്കയറുകയാണ് ഉണ്ടായത്. ഓടിക്കയറിക്കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ പ്രതിയെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആക്രോശിച്ചുകൊണ്ട് ഓടി വന്ന മറ്റുള്ള അഭിഭാഷകരെ എല്ലാം തടഞ്ഞെങ്കിലും എല്ലാവരെയും ഉന്തി മാറ്റിക്കൊണ്ട് വളരെയധികം 5 മിനിറ്റോളം നേരം പ്രതികളുമായി സാക്ഷിക്കൂട്ടിൽ എടുത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ആരുടെ താല്പര്യമാണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അതിപ്പോൾ
ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയക്കാർക്കും വക്കീലന്മാർക്കും ഒരേ താല്പര്യമാണല്ലോ ഉണ്ടാവുക, അവനവൻ്റെ പ്രതികളെ രക്ഷിച്ചെടുക്കുക എന്ന താല്പര്യം മാത്രം. ഇതുമായി ബന്ധപ്പെട്ടവരെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് ഈ കേസ് അന്വേഷണത്തിൽ നേടിയിട്ടുള്ള ആദ്യത്തെ വിജയമാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാവരെയും പിടികൂടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സംഭവവുമായി ഉൾപ്പെട്ടവർ ആരായിരുന്നാലും അവരെ പിടികൂടുക തന്നെ ചെയ്യും, അവരെ ജയിലിലടക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണം. ഈ പ്രതിയെ പുറത്തു കൊണ്ടുവന്ന് അവന് വേണ്ട വിധത്തിൽ ശിക്ഷിക്കണം. ഗോവിന്ദസ്വാമിയെ പോലെ 7 വർഷം തടവിലിട്ട് വെളിയിലിറക്കി തീറ്റയും കൊടുത്ത് ഇറക്കി വിടരുത്. അവന് നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു തന്നു. വേണ്ടി വന്നാൽ തൂക്കിക്കൊല്ലുക തന്നെ വേണം. അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിടുക. പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിട്ടാൽ അവർ കൈകാര്യം ചെയ്തോളും, വേറെ ആരും ഒന്നും ചെയ്യണ്ട. ഈ ലളിത ചേച്ചി പാർട്ടി ലൈനിനെതിരെ സംസാരിക്കുന്നത് വലിയ തോതിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഒരു സാഹചര്യത്തിലും വധശിക്ഷ വേണ്ട എന്നതാണ് CPM ലൈൻ. എന്നിട്ടും എന്താണ് ഈ സഖാവ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നറിയാത്തതുകൊണ്ട് തൽക്കാലം പൊളിമിക്സ് നിർത്തിവെക്കുകയാണ്. ഇടവേള കഴിഞ്ഞ് കാണാം.